പാലക്കാട് പുൽപ്പള്ളി അത്തിക്കോട് ഇന്നലെ വൈകിട്ടാണ് കാറ് പൊട്ടിത്തെറിച്ച് കുടുംബത്തിലെ 4 പേർക്ക് പരിക്കേറ്റത്. ആൽഫിൻ, എമിലി, അലീന എന്ന 3 കുട്ടികൾക്കും അമ്മയായ ഡെയ്സിക്കുമാണ് പരിക്കേറ്റത്. ഇതിൽ ഈ 3 കുട്ടികളെ അമ്മയും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം 2 കുട്ടികളെയും അമ്മയാണ് മാറ്റിയത്. എന്നാൽ അർദ്ധരാത്രിയോടുകൂടി മൂത്ത കുട്ടിയെ അലീനയും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടുകാർക്ക് കൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായവരാണ്. നിങ്ങളൊക്കെ ഈ സമയത്തൂടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ അന്നേരം ഉണ്ടായിരുന്നില്ല, പിന്നീട് കേട്ടറിഞ്ഞ് അങ്ങനെ വന്നതാണ്. അപ്പോൾ LC പാലന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം. അപ്പോൾ പാലന ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികൾ ബുക്സും അതേപോലെ റബ്ബർ പെൻസിലൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞ്, അപ്പോൾ അതിൻ്റെ ഇളയ കുട്ടി കുറച്ച് ഇതാണ്, കുസൃതിയാണ്. അപ്പം പറഞ്ഞാൽ എനിക്ക് ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ ശരി നമുക്ക് പോവാം എന്ന് പറഞ്ഞ് 2 കുട്ടികൾ കയറി, ഒരു കുട്ടി ബാക്കിലേക്ക് കയറാനായിട്ട് വരുന്നു. ഈ LCയുടെ അമ്മയുണ്ട്, ഡെയ്സി. അപ്പോൾ അവർ ഇത് തുറന്ന് വരുന്നേ ഉള്ളൂ. ആ വരുന്ന സമയത്ത് അപ്പോഴത്തേക്കും ഇവിടെ അത് സ്പാർക്കിംഗ് ആയി. അവർ സ്റ്റാർട്ട് ചെയ്തു, LC വണ്ടി സ്റ്റാർട്ടാക്കലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കണ്ടായി. അപ്പോൾ പൊട്ടിത്തെറിച്ച് ഉടനെ തന്നെ ഈ മൂത്ത കുട്ടി അടുത്ത് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ ആ കുട്ടി ഓടി മാറി ഈ LC വണ്ടിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ഈ 2 കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിനകത്താണ് LCക്ക് കൂടുതലായിട്ട് പറ്റിയത്. ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയിലായിരുന്നു വന്നത്. അപ്പം തന്നെ നല്ല മണവും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വരുമ്പോൾ ഇറങ്ങുമ്പോഴാണ് അവിടുത്തെ എൽസ, അവളും അതേ ഓടുണ്ടായിരുന്നു. ഇവരെല്ലാവരും പിടിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു, അവൾ പിടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മക്കൾ പറഞ്ഞിട്ടായിരുന്നു കരഞ്ഞിട്ട് ഓടിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പിടിച്ചു, അവൾ നിന്നേ ഇല്ല. അതെൻ്റെ കുട്ടികൾ 3 മക്കൾ അതിൻ്റെ ഉള്ളിലുണ്ട് പറഞ്ഞിട്ട് അവിടെ ഒരേ കരച്ചിലായിരുന്നു. അമ്മ ഈ സമയത്തുണ്ടായിരുന്നു. ഈ കത്തുന്ന് കണ്ടിട്ട് ഓടിക്കൊണ്ട് വന്നു. ഞങ്ങൾ വിചാരിച്ച് കാറ് കത്തുകയെന്നറിയും തോന്നകൾ കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അറിഞ്ഞില്ല. പിന്നെ അവർ ഓടിയിട്ട് വരുന്നു, ഞങ്ങൾ ഓടിയിട്ട് വരുന്നു, ഇവിടെ അവിടെ കിടന്ന് പടയുന്നു. പിന്നെയാണ് എല്ലാവരും കൂടി മക്കളും ഒരേ ഓടി പറഞ്ഞ് മകനെ വരാൻ പറഞ്ഞ് മകൻ വന്ന്. പിന്നെ അപ്പോഴേക്ക് എല്ലാവരും കൂടി അവളെ തൊടാൻ വിടുന്നില്ല എവിടെയും. ഞങ്ങൾ കുട്ടികൾ ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് അറിയില്ല. അവിടെ അമ്മ ഓടിയിട്ട് വന്ന് നിങ്ങൾ കുട്ടികളെ നോക്കി, ഞങ്ങൾ അവളെ നോക്കാ പറഞ്ഞു. കുട്ടികളിലാണ് പിന്നെ വണ്ടിയിലെടുക്കാൻ വരുമ്പോഴാണ് കുട്ടികൾക്കൊക്കെ ഞങ്ങൾ കണ്ടത്. 3 കുട്ടികളെയും അമ്മയെയും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. LCയുടെ അമ്മ ഇപ്പോൾ പാലക്കാട് ആശുപത്രിയിൽ തന്നെ കഴിയണം. അവരുടെ പേർക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് അറിയുന്നത്.